ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്രോർപതി ക്ലബ് നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ നിങ്ങൾ ക്ഷമയോടെ കാണുക, എന്നാലും മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സഹായിക്കൂ. ക്രോർപതി ക്ലബ് ഒരു ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് ഹെൽപ്പിംഗ് കോൺസെപ്റ്റാണ്. ആരൊക്കെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനും അതേപോലെ ഫിനാൻഷ്യലി സപ്പോർട്ട് ലഭിക്കാനും വേണ്ടി തയ്യാറാണോ അവർ തീർച്ചയായിട്ടും ക്രോർപതി ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ക്രോർപതി ക്ലബിൻ്റെ MD സാർ വന്നിട്ട് ഗണേഷ് മൂർത്തി സാറാണ്. ഇവർ വന്നിട്ട് ശിവകാശിയിലാണ് ഉള്ളത്. ഇപ്പോൾ ശിവകാശിയിലാണ് മെയിൻ ഹെഡ് ഓഫീസ് നമുക്കുള്ളത്. നമ്മളുടെ ക്രോർപതി ക്ലബ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് വെച്ചാൽ 2023 ഒക്ടോബർ മാസമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1.5 വർഷമായിട്ട് സക്സസ് ആയിട്ട് പോകുന്ന ഏക ഹെൽപ്പിംഗ് കോൺസെപ്റ്റ് നമ്പർ 1 ഇന്ത്യയിൽ നോക്കിയാൽ നമ്മളുടെ ക്രോർപതി ക്ലബ്ബാണ് ഉള്ളത്. ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ ശിവകാശിയിലാണ്. ശിവകാശിയിൽ ചെല്ലമാൾ മാളിൽ നമ്മളുടെ ക്രോർപതി ക്ലബിൻ്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് കോയമ്പത്തൂരിലും ചെന്നൈയിലും ആൻഡ് സേലത്തിലും ഇപ്പോഴുണ്ട്. അതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ക്രോർപതി ക്ലബിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് വന്നിട്ട് ഒരു ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ഹെൽപ്പിംഗ് കോൺസെപ്റ്റാണ്. ആൻഡ് ഹെൽപ്പിംഗ് കോൺസെപ്റ്റ് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതോ ഇല്ലെങ്കിൽ ഒരു MLM ബിസിനസ്സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊന്നും വരുന്നതല്ല. ഇത് നമ്മൾ ആർക്കൊക്കെ ഫിനാൻഷ്യലി അമൗണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യലി അമൗണ്ട് വന്നിട്ട് നമുക്ക് അമൗണ്ട് റിസീവ് ചെയ്യും. അതേപോലെ നമ്മൾ ഓരോരുത്തരും ഇതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം. അത് മൂലമാണ് നമ്മൾക്ക് അതിൽ കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്തോറും നമുക്ക് ഒരു വരുമാനം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അടുത്തടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ മെയിൻ ക്രോർപതി ക്ലബിൻ്റെ ഈ തുടക്കം ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയായിരുന്നു ഈ ക്രോർപതി ക്ലബ് വന്നിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ ക്രോർപതി ക്ലബ്ബിൽ തുടങ്ങി ഇവർക്ക് വരുന്ന ഈ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് എവിടത്തേക്കാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ. മെയിൻ ഇനീഷ്യേറ്റീവ് കാമരാജ് ഫൗണ്ടേഷനാണ്. ക്രോർപതി ക്ലബ് മുൻകൈയായിട്ട് എടുത്തിട്ടുള്ളത് കാമരാജ് ഫൗണ്ടേഷനാണ്. കാമരാജ് ഫൗണ്ടേഷനിൽ വരുന്ന ഡൊണേഷൻ എമൗണ്ട് എന്തിനൊക്കെ യൂസ് ആവുമെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ സർവീസിനും യൂസ് ചെയ്യും. സോ ഇതിൽ വന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. നമ്മൾക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ഓട്ടോമാറ്റിക്കലി ഈ കാമരാജ് ഫൗണ്ടേഷനിൽ ഡൊണേഷൻ തുകയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ കാമരാജ് ഫൗണ്ടേഷൻ്റെ ഫുൾ സപ്പോർട്ട് വന്നിട്ട് കോൺട്രിബ്യൂഷൻ ആരുടെ അടുത്ത് നിന്ന് വരും എന്ന് വെച്ചാൽ ക്രോർപതി ക്ലബിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് വരിക. സോ ആ ഒരു തുകയാണ് ഈ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, പിന്നെ സ്കോളർഷിപ്പ്, ഹയർ എഡ്യൂക്കേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്ത് മെഡിസിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ക്രോർപതി ക്ലബ്ബ് ചെയ്യുന്നത് ഈ ഒരു തുകയിൽ നിന്ന്. സോ പ്രത്യേകിച്ച് ഇതിൽ മനസ്സിലാക്കേണ്ട, ഡയറക്റ്റായിട്ട് നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നില്ല കാമരാജ് ഫൗണ്ടേഷനിൽ. നമ്മൾക്ക് 4ാമത്തെ ലെവലിൽ നമ്മൾ അടച്ച തുകയിനെക്കാട്ടി 3 ഇരട്ടി നമ്മൾ എടുത്ത ശേഷം നമ്മൾക്ക് ഡയറക്റ്റായിട്ട് 4ാമത്തെ ലെവലിൽ ഒരു 16 പേരുടെ നിന്ന് നമുക്കൊരു തുക വരും. ആ തുകയിൽ നിന്ന് ഒരു ലിങ്ക് മാത്രമാണ് കാമരാജ് ഫൗണ്ടേഷനിൽ ഡൊണേഷനായിട്ട് പോവുക. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്ലാൻ പ്രസൻറ്റേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് എന്താ നോക്കാം. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ചില നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം. 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ക്രോർപതി ക്ലബിൽ ID രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുക. ആൻഡ് ID രജിസ്റ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പാൻ കാർഡ്, ആധാർ കാർഡ് ഇതൊക്കെ എന്തായാലും നിർബന്ധമാണ്. ആൻഡ് ഇതിൽ വന്നിട്ട് 2ാമത്തെ വരിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ക്രോർപതി ക്ലബ്ബ് ഒരു ഇൻകമും നിങ്ങൾക്ക് വരും എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി തരുന്നില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ക്ലബ് ഡയറക്റ്റായിട്ട് നമ്മൾ വന്നിട്ട് ക്രോർപതി ക്ലബിന് 1 രൂപ പോലും ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്തൊന്നും അയക്കുന്നില്ല, നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല. നമ്മളെപ്പോലെ ജോയിൻ ചെയ്ത മെമ്പേഴ്സിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ക്രോർപതി ക്ലബിൽ നിന്ന് ഒരു വരുമാനം നമ്മൾക്ക് വരില്ല. ഓരോരോ ലെവലിലും കടന്ന് പോകുമ്പോൾ ആ ലെവൽ ഇൻകമായിട്ട് നമുക്ക് ആ ലെവലിൽ, ആ പ്ലാനിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വരുമാനമാണ് വരുന്നത്. ക്ലബ് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം അറിഞ്ഞിരിക്കുന്നവർ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അവരവരുടെ ഓൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു വ്യക്തിക്ക് ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു ID രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 3ാമത്തെ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് KYC ഡീറ്റെയിൽസ് കൊടുക്കണം. പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം.
പിന്നെ അപ്ഗ്രേഡ് പോളിസി എന്നൊന്നുണ്ട്. ഓരോരോ ലെവലിലും നമ്മൾ അമൗണ്ട് റിസീവ് ചെയ്ത ശേഷം അടുത്ത ലെവൽക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 2 മണിക്കൂർ സമയം തരും. ആ 2 മണിക്കൂറിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ID ബ്ലോക്ക് ആവും, ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ പ്രൊഫൈലിൽ പോയിട്ട് വീണ്ടും അൺബ്ലോക്ക് കൊടുത്തിട്ട് അത് ആർക്കാണോ അയക്കേണ്ട ആ തുക അത് അയച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾക്ക് 12 വട്ടം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോ ഈ 12 വട്ടവും നമ്മൾ ഈ ഒരു 24 ഹവേഴ്സിൽ, അതായത് 24 മണിക്കൂറിൽ നമ്മൾ ഈ ID അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ പെർമനൻ്റ്ലി ആ ID ബ്ലോക്ക് ആയിരിക്കും. പിന്നെ അത് ബ്ലോക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിനെ വിളിച്ച് പറഞ്ഞു, അവർക്ക് അത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 24 ഹവേഴ്സ് ഉണ്ട്. ബട്ട് നമുക്ക് സീനിയാരിറ്റി എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ, അടുത്തടുത്ത് സീനിയാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമൗണ്ട് വന്നതും ഉടനെ തന്നെ അപ്ഗ്രേഡ് ചെയ്താൽ ആ ഒരു സീനിയാരിറ്റി കിട്ടും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്ഗ്രേഡ് പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ വെച്ചാൽ സ്പോൺസർ എലിജിബിലിറ്റി ഉണ്ട്. സ്പോൺസർ എലിജിബിലിറ്റി വന്നിട്ട് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ID രജിസ്റ്റർ ചെയ്തു, അതിൽ വന്നിട്ട് 4 പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഈ സ്പോൺസറിന് ബെനിഫിറ്റൊക്കെ കിട്ടണമെങ്കിൽ സ്പോൺസറും 4 പ്ലാനിൽ ആക്ടിവേറ്റ് ആയിരിക്കണം. സ്പോൺസറിൻ്റെ താഴെയുള്ള ഒരു ID 4 പ്ലാനിൽ ആക്ടിവേറ്റ് ആണ്, പക്ഷേങ്കിൽ സ്പോൺസർ വന്നിട്ട് ഒരേ ഒരു പ്ലാനിൽ ആക്ടിവേറ്റ് ആണെങ്കിൽ ആ ഒരു സ്പോൺസർ ഇൻകം സ്പോൺസറിന് ലഭിക്കാതെ പോകും. അതുകൊണ്ട് അപ്ലൈൻ വന്നിട്ട് തീർച്ചയായിട്ടും എല്ലാ പ്ലാനും ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കണം, നിർബന്ധമാണ്. ഇല്ലേ നിങ്ങളുടെ ഡൗൺലൈൻ വന്നിട്ട് 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ സ്പോൺസർ ഇൻകം വന്നിട്ട് കാമരാജ് ഫൗണ്ടേഷനിലേക്ക് പോയേക്കും. റെഫർ ചെയ്യുമ്പോൾ നമ്മളുടെ താഴെയുള്ളവരെ മെമ്പേഴ്സൊക്കെ എല്ലാ പ്ലാനും ആക്ടിവേറ്റ് ആണെങ്കിൽ സ്പോൺസറും തന്നെ, അപ്ലൈനായ സ്പോൺസറും തന്നെ എല്ലാ പ്ലാനും ആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് എല്ലാ പ്ലാനിൻ്റെയും ബെനിഫിറ്റ് കിട്ടുക. മെമ്പേഴ്സ് കമ്മിറ്റ്മെൻ്റ് ഇട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ തീർച്ചയായിട്ടും ക്രോർപതി ക്ലബ്ബിൽ അറിഞ്ഞിരിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. ഇതിൽ മെമ്പേഴ്സായവർ തീർച്ചയായിട്ടും ക്ലബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്താലാണ് സക്സസ് ആയിട്ട് നമ്മൾ കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് നമ്മളുടെ ക്രോർപതി ക്ലബ്ബ് വന്നിട്ട് ഒരു ഫ്രീ ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒരു തവണ നമ്മൾ ID ആക്ടിവേഷൻ ചെയ്യുന്ന മൂലം നമുക്ക് ലൈഫ് ലോങ് അതിൽ മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് ഇതിൽ ഫസ്റ്റ് ലോങ് ടേം റിലയബിൾ ഓട്ടോ ഫില്ലിംഗ് ഹെൽപ്പിംഗ് കോൺസെപ്റ്റായിട്ട് നമ്മളുടെ ക്രോർപതി ക്ലബ്ബാണ്. പിന്നെ ഇതൊരു MLM കോൺസെപ്റ്റേ അല്ല. പ്രോഡക്റ്റ് സെയിൽസ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ബൈനറി സിസ്റ്റമിലെ ID ആക്ടിവേഷൻ അങ്ങനത്തെ ഒരു പരിപാടിയും അല്ല നമ്മളുടെ ക്രോർപതി ക്ലബ്ബ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇത് 2x8 മാട്രിക്സിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് 100% പീർ ടു പീർ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതായത് പീപ്പിൾ ടു പീപ്പിൾ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സാണ് ഓരോരുത്തർക്കും അമൗണ്ട് അയക്കേണ്ടത്. നെക്സ്റ്റ് ബൂസ്റ്റപ്പ് സ്കീം. ഇതെന്താ വെച്ചാൽ ഓരോരോ ലെവൽ നമ്മൾ അടുത്തത് വേഗം പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി അമൗണ്ട് റിസീവ് ചെയ്ത് മുകളിലുള്ള സീനിയാരിറ്റിയിലുള്ള മെമ്പേഴ്സ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യും. വീണ്ടും അവർ ഡൊണേഷനായിട്ട് ഒരു തുക വന്നിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കൊക്കെ അയച്ചു കൊടുക്കും. അതാണ് ബൂസ്റ്റപ്പ് സ്കീം. ഇതെന്തിനാ വെച്ചാൽ ഓരോരോ ലെവൽ പെട്ടെന്ന് പാസ് ചെയ്ത് അടുത്തടുത്ത ലെവലിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് സീനിയാരിറ്റിയിലുള്ളവർ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബൂസ്റ്റപ്പ് സ്കീം. നെക്സ്റ്റ് നമ്മളുടെ ക്രോർപതി ക്ലബ്ബിൽ ID രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടൂൾസ് വേണം എന്ന് വെച്ചാൽ GPay, ഫോൺപേ വളരെ ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ ലെവലൊക്കെ GPay, ഫോൺപേ മൂലമാണ് നമ്മൾക്ക് അമൗണ്ട് വരിക. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് ലെവൽ 3 നമ്മൾ വന്നിട്ട് KYC അപ്ഗ്രേഡ് ചെയ്ത് KYC വെരിഫിക്കേഷന് കൊടുക്കണം. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് എന്തായാലും നിർബന്ധമാണ്. മൂന്നാമത്തെ ലെവൽ കടന്ന് വലിയ ഒരു തുക വരുമ്പോൾ നമുക്ക് ബാങ്ക് മൂലമാണ് അമൗണ്ട് റിസീവ് ചെയ്യുക. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമും വാട്സപ്പും തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്തൊക്കെ ഹെൽപ്പിംഗ് ബെനിഫിറ്റാണ് നമ്മൾക്ക് ക്രോർപതി ക്ലബ്ബിൽ ഒരു ID രജിസ്റ്റർ ചെയ്യുന്നതിന് മൂലം നമുക്ക് ലഭിക്കാൻ നോക്കാം. ആദ്യം ക്രൗഡ് ഫണ്ട് ഇൻകം ഉണ്ട്. ഓരോരോ ലെവൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സീനിയാരിറ്റി വരുമ്പോൾ നമുക്ക് ലെവൽ ഇൻകം എന്നൊന്ന് കിട്ടും. അത് വന്നിട്ട് ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് സ്പോട്ട് റെഫറൽ ഇൻകം ഉണ്ട്. സ്പോട്ട് റെഫറൽ ഇൻകം വെച്ചാൽ നമ്മളുടെ IDക്ക് താഴെ ഇനി ഒരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കും ID രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്പോട്ടിൽ നമ്മൾക്കൊരു തുക കിട്ടും. അത് എത്ര പേരെ വേണമെങ്കിലും നമ്മൾ റെഫർ ചെയ്യാം. റെഫർ ചെയ്യുന്നത് വന്നിട്ട് അൺലിമിറ്റഡ്. അതേപോലെ സ്പോട്ട് റെഫറൽ ഇൻകമും വന്നിട്ട് അൺലിമിറ്റഡ്. പാസീവ് സ്പോൺസർ ഹെൽപ്പ് ഉണ്ട്. അതായത് നമ്മളുടെ IDക്ക് താഴെ നമ്മൾ രജിസ്റ്റർ ചെയ്ത റെഫറൽ IDs ഉണ്ടല്ലോ, അവർ ഓരോരോ ലെവൽ നമ്മളുടെ
ഡൗൺ ലൈൻ, നമ്മളുടെ ഡൗൺ ലൈൻ ഓരോരോ ലെവൽ കടന്ന് പോകുമ്പോൾ മൂന്നാമത്തെ ലെവലിൽ അവർ അമൗണ്ട് റിസീവ് ചെയ്ത് നാലാമത്തെ ലെവലിലേക്ക് പോകുമ്പോഴും നമുക്ക് വന്നിട്ട് അൺലിമിറ്റഡ് ആയിട്ട് സ്പോൺസർ ഹെൽപ്പ് തുക കിട്ടും. നെക്സ്റ്റ് ക്ലോണിങ് ID ഉണ്ട്. ക്ലോണിങ് ID വെച്ചാൽ ടോട്ടൽ 4 പ്ലാൻ ഉണ്ടല്ലോ, മെയിൻ IDs ആണ് ഈ 4 പ്ലാനും. ഈ മെയിൻ IDസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഇനിയൊരു ID വന്നിട്ട് ജനറേറ്റ് ആകും. അത് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ വീണ്ടും പണം എടുത്ത് അതിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. വന്ന വരുമാനത്തിൽ നമ്മൾ വീണ്ടും ഒരു ID ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓരോരോ പ്ലാനിലും 5 ക്ലോണിങ് ID ഓപ്പൺ ചെയ്യണം. അതാണ് ഈ ക്ലോണിങ് ID ഹെൽപ്പ്. അപ്പോൾ ആദ്യത്തെ മെയിൻ IDയിൽ എന്തൊക്കെ വരുമാനം നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ ക്ലോണിങ് IDയിലും നമ്മൾക്ക് ആ വരുമാനം ലഭിക്കും. പിന്നെ ലാസ്റ്റായിട്ടുള്ളത് ഫാമിലി ID ഇൻകമാണ്. ജോയിൻ ചെയ്യുന്ന സമയം തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ID ഇടുകയാണെങ്കിൽ സെയിം ടൈം നിങ്ങൾക്ക് ലെവൽ ഇൻകമും വരും, അതേപോലെ തന്നെ സ്പോൺസർ ഇൻകമും വരും, ഫാമിലിക്കും ലെവൽ ഇൻകം വരും. സോ ഇത് വന്ന് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്തൊക്കെ പ്ലാനാണ് വെച്ചാൽ 4 പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് പ്ലാൻ വന്നിട്ട് ബേസിക്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, നെക്സ്റ്റ് എലൈറ്റ്, ഫാൻറ്റസി. സോ ഈ ബേസിക് ഹെൽപ്പ് വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 200 rupees പ്ലസ് 100 നമ്മളുടെ അപ്ലൈൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ സ്പോൺസറിന് അയക്കുന്നത് മൂലം ബേസിക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 300 rupees 300 രൂപ വേണം. അതേപോലെ സ്റ്റാൻഡേർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ 400 രൂപയും എലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ 600 രൂപയും ഫാൻറ്റസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപയും നമ്മൾക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ഫാൻറ്റസി പ്ലാനോ ഇല്ല ഡയറക്റ്റായിട്ടോ എലൈറ്റ് പ്ലാനോ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആദ്യം ബേസിക് പ്ലാൻ ആക്ടിവേറ്റ് ഉള്ളവർക്ക് മാത്രമാണ് സ്റ്റാൻഡേർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടേ എലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും കഴിഞ്ഞിട്ടേ ഫാൻറ്റസി ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ജോയിൻ ചെയ്ത അന്ന് തന്നെ 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. സോ ഈ 4 പ്ലാനും ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അതിന് ടോട്ടലായിട്ട് അതിന് വേണ്ട തുക 2399. നെക്സ്റ്റ് ന്യൂ ID രജിസ്ട്രേഷനും ആക്ടിവേഷൻ പ്രോസസ്സും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ID രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ലോഗിൻ ചെയ്ത ശേഷം നമ്മളുടെ ഫസ്റ്റ് പേജിൽ തന്നെ ന്യൂ രജിസ്റ്റർ എന്നുണ്ടാവും. ആ ന്യൂ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളുടെ താഴെ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ID രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടത് വെച്ചാൽ ആദ്യം അവരുടെ GPay ഫോൺപേ നമ്പർ, പിന്നെ അവരുടെ പേര്, പിന്നെ മെമ്പർ IDയും ടൈപ്പ് ചെയ്തിട്ട് ഒരു 6 ഡിജിറ്റ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ID രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ പാസ്വേഡും സ്ക്രീനിൽ നമുക്ക് ഒരു പേജ് വിസിബിൾ ആവും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം ഈ യൂസർ IDയും പാസ്വേഡും ലോഗിൻ ലിങ്കും നമ്മളുടെ ഡൗൺലൈനിന് നമ്മൾ അയച്ചു കൊടുക്കണം. അതേപോലെ പുതിയ നമ്പറിൽ നമ്മൾ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക് നോർമൽ മെസ്സേജ് ആയിട്ട് യൂസർ IDയും പാസ്വേഡും റിസീവ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ആ ID എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുക വെച്ചാൽ ലോഗിൻ ചെയ്ത ശേഷം യൂസർ ID പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ലെഫ്റ്റ് കോർണറിൽ 3 ലൈൻ ഉണ്ടാവും. അതാണ് മെനു ബാർ. ആ മെനു ബാർ ഓപ്ഷൻ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെനു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ഡാഷ്ബോർഡ്, പ്രൊഫൈൽ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ തുടങ്ങും. അതിൽ ആദ്യം നമ്മൾ ID ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സെൻഡ് ചെയ്യണം. ഒരാൾക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ട് ID വന്ന് ബേസിക് ഉണ്ടല്ലോ, ബേസിക് പ്ലാൻ വന്ന് 300 രൂപ അയച്ചു കൊടുത്താൽ നമ്മളുടെ ID ആക്ടിവേഷൻ ആകും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ബേസിക് ക്ലിക്ക് ചെയ്യണം. അതിൽ റിസീവും സെൻറ്റും 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്റാണ് കൊടുക്കേണ്ടത്. ആൻഡ് ഈ സെൻറ്റ് ക്ലിക്ക് ചെയ്തതും നമുക്കൊരു ലിങ്ക് വരും. ആർക്കാണ് 200 rupees അയക്കേണ്ടത് ആ ലിങ്ക് വരും. ആ ലിങ്ക് വന്നിട്ട് അതിൽ വന്നിട്ട് GPay ഫോൺപേ നമ്പറൊക്കെ ഉണ്ടാവും. അതിൽ ഏത് GPay മൂലമാണ് നിങ്ങൾ അമൗണ്ട് അയക്കാൻ റെഡിയാണെങ്കിൽ GPay നമ്പർ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ GPay വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ആ വ്യക്തിക്ക് 200 രൂപ അയച്ച ശേഷം നമുക്ക് GPayയിൽ വന്നിട്ട് UPI ID നമ്പർ എന്നൊന്നുണ്ടാവും. ആ നമ്പർ വന്നിട്ട് നോട്ട് ചെയ്ത ശേഷം പിന്നെ ഈ ലോഗിൻ ചെയ്ത നമ്മളുടെ പേജിൽ ക്രോർപതി ക്ലബിൻ്റെ ലോഗിൻ പേജിൽ വന്നിട്ട് ബേസിക് സെൻറ്റിൽ പെൻഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അതിൽ വന്നിട്ട് ആ ട്രാൻസാക്ഷൻ നമ്പർ ഒന്നുണ്ടാവും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, GPay, ഫോൺപേ, അതിലൊക്കെ നോക്കിയാൽ ട്രാൻസാക്ഷൻ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ആ നമ്പർ വന്നിട്ട് ഒന്ന് UTR നമ്പർ ഇല്ലെങ്കിൽ UPI ID നമ്പർ എന്ന് നമ്മൾ പറയും. ആ നമ്പർ വന്നിട്ട് നോട്ട് ചെയ്തിട്ട് ഈ പെൻഡിങ്ങിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ട് അവിടെ കൊടുത്തിട്ട് അവിടെ വന്നിട്ട് ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്പറിൽ ടൈപ്പ് ചെയ്തിട്ട്
പിന്നെ നിങ്ങൾക്ക് റിമാർക്സിൽ വന്നിട്ട് ഡേറ്റ് ടൈമൊക്കെ കൊടുക്കാം, ഏത് സമയം നിങ്ങൾ പൈസ എടുത്ത് അയച്ചു കൊടുത്തത്, ഇല്ല ജി പേ ആണോ ഫോൺ പേ ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് റിമാർക്സിൽ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതും നിങ്ങളുടെ ഐ ഡിയിൽ ബേസിക്കിൽ റിസീവ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2 ലിങ്ക് വന്നിട്ട് ബേസിക് റിസീവിൽ 2 ലിങ്കിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണിക്കും. ഇപ്പോൾ നെക്സ്റ്റ് വീണ്ടും നിങ്ങൾ ബേസിക് സെൻറ്റിൽ 100 റുപ്പീസ് നിങ്ങളുടെ അപ്ലൈനിന് കൊടുത്ത് നിങ്ങളുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യണം. സോ അപ്ലൈനും ഇതേപോലെ നെക്സ്റ്റ് 100 റുപ്പീസിൻ്റെ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്ലൈൻ്റെ നമ്പർ ജി പേ നമ്പർ കോപ്പി ചെയ്തു വീണ്ടും അവർക്ക് ഇതേ പ്രോസസ്സിൽ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്ലൈൻ്റെ നമ്പറിലേക്ക് 100 രൂപ അയച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബേസിക് ഐ ഡി വന്നിട്ട് ആക്റ്റീവ് ആയി. നെക്സ്റ്റ് ബേസിക് ഐ ഡി ആക്റ്റീവ് ആയ ഉടനെ നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാം, അതേപോലെ എലൈറ്റ് പ്ലാൻ, ഫാൻറ്റസി പ്ലാൻ എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. സോ ഇതൊക്കെ വന്നിട്ട് ഇതേപോലെ സെയിം പ്രൊസീജിയറിലാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് 4 പ്ലാൻ ഉണ്ട്. ഈ 4 പ്ലാനിലും ആദ്യത്തെ പ്ലാനാണ് ബേസിക് ഹെൽപ്പ്. ഈ ബേസിക് ഹെൽപ്പ് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് നോക്കാം. ഇത് ബേസിക് പ്ലാൻ പോലെ തന്നെയാണ് നമ്മൾക്ക് സ്റ്റാൻഡേർഡ് പ്ലാനും എലൈറ്റ് പ്ലാനും ഫാൻറ്റസി പ്ലാനും നമ്മൾക്ക് അമൗണ്ട് റിസീവ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ബേസിക് പ്ലാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാം, അതേപോലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആൻഡ് എലൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഇപ്പോൾ നോക്കാം, ബേസിക് പ്ലാനിൽ നമ്മൾ ആദ്യം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ അപ്ലൈന് 100ഉം കൊടുത്ത് 300 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സീനിയോറിറ്റിയിൽ വരുമ്പോൾ നമ്മൾക്ക് 2 പേരുടെ നിന്ന് റിസീവ് ചെയ്യും. ഇത് 2x8 മാട്രിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 പേരുടെ നിന്ന് നമുക്ക് ആദ്യം റിസീവ് ചെയ്യും. അതിൽ നമ്മൾക്ക് ഒരു വരുമാനം ഇല്ല. റിസീവ് ചെയ്യുന്നത് 2,200, അപ്പോൾ 400 രൂപ റിസീവ് ചെയ്യും. ഈ 400 രൂപ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം റിസീവ് ചെയ്യുന്നത് 2 പേര്, 400 അപ്ഗ്രേഡ് ചെയ്യുക. വീണ്ടും 4 പേരുടെ നിന്ന് 400 റിസീവ് ചെയ്യും, 1000 അപ്ഗ്രേഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ ആദ്യത്തെ ലെവലിൽ നമ്മൾക്ക് വരുമാനമില്ല. 2 പേരുടെ നിന്ന് 200 രൂപ വെച്ച് 400 രൂപ റിസീവ് ചെയ്തതും അടുത്ത ലെവലിലേക്ക് നമ്മൾ 400 രൂപ അപ്ഗ്രേഡ് ചെയ്യണം. അടുത്ത ലെവലിൽ നമ്മളുടെ സീനിയോറിറ്റി വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് 4 പേരെടുത്ത് നിന്ന് 400 രൂപ വീതം നമ്മൾക്ക് ലഭിക്കും, നമ്മളുടെ ജി പേയിൽ വരും. അപ്പോൾ ഈ 400 രൂപയിൽ മൊത്തം നമ്മൾ റിസീവ് ചെയ്യുന്നത് 1600 രൂപയാണ്. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റിസീവ് ചെയ്യുന്നത് 1600. സോ ഈ 1600-ൽ അടുത്ത ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് 1000 രൂപ. നെക്സ്റ്റ് ഒരു ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യണം. നമ്മളുടെ മെയിൻ ഐ ഡി വന്നിട്ട് നമ്മളുടെ കൈകാശെന്നല്ലേ നമ്മളെടുത്ത് ഓപ്പൺ ചെയ്ത, അതേപോലെ ഇതിൽ നിന്ന് വന്ന വരുമാനത്തിലാണ് നമ്മൾ ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യുന്നത്. സോ ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ 200 രൂപ. വീണ്ടും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഫ്രീ ആയിട്ട് കിട്ടുവാണ്. നെക്സ്റ്റ് ബാലൻസ് ഉള്ളത് അമൗണ്ട് നോക്കിയാൽ 400 രൂപ. ഈ 400 രൂപയാണ് നമ്മളുടെ ആദ്യത്തെ പ്രോഫിറ്റ്, ആദ്യത്തെ ഹെൽപ്പിംഗ് ഇൻകം. നെക്സ്റ്റ് മൂന്നാമത്തെ ലെവലിൽ നമുക്ക് 8 പേരെടുത്ത് നിന്ന് 1000 രൂപ തുക ലഭിക്കും. ഇതിൽ ആദ്യത്തെ അമൗണ്ട് 5 പേരെടുത്ത് നിന്ന് അമൗണ്ട് റിസീവ് ചെയ്തതും അടുത്ത ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് 4000 രൂപയും ബാലൻസ് 4 ക്ലോണിങ് ഐ ഡി ഉണ്ട്. ആ 4 ക്ലോണിങ് ഐ ഡിയും ഓപ്പൺ ചെയ്യണം. അതായത് സെയിം ടൈം നമ്മൾ ഒറ്റയടിക്ക് തന്നെ 4 ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓരോരോ ദിവസം ഒരു ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്താൽ 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 4 ദിവസം അടുപ്പിച്ച് നമ്മൾ ആ ബാലൻസ് ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യണം. അതിന് ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ 800 റുപ്പീസാണ്. ഓരോരോ ക്ലോണിങ് ഐ ഡി 200 രൂപ തുക വീതം 4 ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ 800 റുപ്പീസ്. ഇതും വന്ന വരുമാനത്തിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ഈ 8 ലിങ്കിൽ ഒരു ലിങ്ക് വന്നിട്ട് നമ്മളുടെ സ്പോൺസറിന് റെഫറൽ ഇൻകമായിട്ട് ഡയറക്റ്റായിട്ട് അവരുടെ ജി പേയിൽ അമൗണ്ട് പോകും. ഇത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വരുന്ന ലിങ്കിൽ ഒരു ലിങ്ക് ജനറേറ്റ് ആകുന്നത് നമ്മുടെ സ്പോൺസറിനാണ്. അപ്പോൾ സ്പോൺസറിന് വന്നിട്ട് ആ അമൗണ്ട് പോയി അവർ റിസീവ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ നമ്മൾക്ക് ഉള്ള പ്രോഫിറ്റ് വന്നിട്ട് 2200 രൂപ. ഇതിൽ നമ്മൾ ബൂസ്റ്റപ്പ് ഐ ഡി ആയിട്ട് 4 പേർക്ക് വീണ്ടും 4 പേർക്ക് 200 രൂപ വീതം നമ്മൾ അയച്ചു കൊടുത്ത് ബൂസ്റ്റപ്പ് ഐ ഡിക്ക് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. സോ ഈ ബൂസ്റ്റപ്പ് ഐ ഡി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്ത ലെവലിൽ വന്നിട്ട് അമൗണ്ട് വേഗം പെട്ടെന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് പുഷപ്പ് ചെയ്യുകയാണ്, സിസ്റ്റമിനെ പുഷപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബൂസ്റ്റപ്പ് ഐ ഡി അയച്ചു കൊടുക്കുന്നത് താഴെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ, അവർക്കാണ് ഓരോരോ ഐ ഡി വന്നിട്ട് റിസീവ് ചെയ്യുന്ന പോലെ 200 റുപ്പീസ് കൊടുത്ത് ഐ ഡി അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ്
അപ്ഗ്രേഡ് ചെയ്യും. അടുത്തടുത്ത ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യും തോറും നമ്മൾ പെട്ടെന്ന് ഇനിയൊരു ലെവൽ കടന്നു പോകാൻ വേണ്ടി ഈ ബൂസ്റ്റപ്പ് ID വളരെ ഉപകാരമാകുവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബൂസ്റ്റപ്പ് ID വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബൂസ്റ്റപ്പ് IDക്ക് സെൻഡ് ലിങ്ക് മാത്രമാണുള്ളത്. റിസീവ് ലിങ്ക് വന്നിട്ട് ജനറേറ്റ് ആയിട്ട് ബൂസ്റ്റപ്പ് IDക്ക് റിസീവ് വരില്ല. അത് ഡൊണേഷൻ ആയതുകൊണ്ട് ഓൺലി സെൻഡ് ലിങ്ക് മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ ആക്ടിവേഷൻ ചെയ്തത് ജസ്റ്റ് ബേസിക് പ്ലാനിൽ 300 രൂപയാണ്. അത് നമുക്ക് രണ്ടാമത്തെ ലെവലിൽ തന്നെ ഇട്ട കാശ് നമ്മൾ എടുത്തു. 3 മടങ്ങ് നമ്മൾ അധികം എടുത്ത ശേഷമാണ് നമ്മൾ അടുത്തടുത്ത ലെവൽ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതും ബൂസ്റ്റപ്പ് IDയും കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അപ്ഗ്രേഡും ബൂസ്റ്റപ്പ് ID എല്ലാം ഹെൽപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നാലാമത്തെ ലെവലിൽ നമ്മൾക്ക് റിസീവ് ചെയ്യുന്നത് 16 പേരടുത്ത് നിന്ന് 4000 രൂപ തുക വെച്ച് നമ്മൾ റിസീവ് ചെയ്യും. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് 64,000 രൂപയാണ്. ഈ നാലാമത്തെ ലെവലിൽ 16 പേരടുത്ത് നിന്ന് 4000 രൂപ റിസീവ് ചെയ്യും. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്നത് നമ്മൾക്ക് ആദ്യം റിസീവ് ചെയ്യുന്നത് ഒരാളടുത്ത് നിന്ന് 4000 രൂപ റിസീവ് ചെയ്യുമ്പോൾ ഈ നാലാമത്തെ ലെവലിൽ പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ ലിങ്കിൽ ഒരു 4000 രൂപ വന്ന ഉടനെ നമ്മൾ ബൂസ്റ്റപ്പ് ID 16 പേർക്ക് അയക്കാനുണ്ട്. സോ 16 പേർക്ക് ബൂസ്റ്റപ്പ് ID അയക്കണമെങ്കിൽ ടോട്ടലായിട്ട് നമ്മൾ അയക്കേണ്ടത് 3200 ആണ്. അപ്പോൾ ഈ 3200 വെച്ചാൽ 16 പേർക്ക് ഓരോർക്ക് 200 രൂപ വെച്ച് വീതം 16 പേർക്ക് ടോട്ടലായിട്ട് 3200 രൂപ അടച്ച ഉടനെ നമുക്ക് 4000 രൂപ ലഭിക്കാനുള്ള രണ്ടാമത്തെ ലിങ്ക് ജനറേറ്റ് ആകും. അങ്ങനെ നമ്മൾക്ക് ഓരോരോ ലിങ്ക് ജനറേറ്റ് ആയിട്ട് 4000 രൂപ ടോട്ടലായിട്ട് നമുക്ക് ലഭിക്കുന്നത് 64,000. അതിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 15,000. പിന്നെ നമ്മളുടെ കാമരാജ് ഫൗണ്ടേഷൻ അതായത് ഫസ്റ്റായിട്ട് നമ്മളുടെ ഒരു പങ്ക് ഡൊണേഷനായിട്ട് കാമരാജ് ഫൗണ്ടേഷനിൽ ഫസ്റ്റായിട്ട് വരുന്നത് നാലാമത്തെ ലെവലിൽ അമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഏതും ഡൊണേഷനെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വരുന്ന ലിങ്കിൽ ഒരു ലിങ്ക് ജനറേറ്റ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് ഡൊണേഷൻ പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളുടെ സ്പോൺസറിന് 2 ലിങ്ക് ജനറേറ്റ് ആയിട്ട് 4000 വീതം 8000 രൂപ നമ്മളുടെ സ്പോൺസറിന് ഒരു തുക പോകും. അപ്പോൾ ബാലൻസ് ഇതിലുള്ളത് 37,000. അതിൽ നമ്മൾ ബൂസ്റ്റപ്പ് IDയും ആദ്യത്തെ ലിങ്കിൽ തന്നെ 4000 റിസീവ് ചെയ്തതും 16 പേർക്ക് അയക്കുകയാണല്ലോ. അപ്പോൾ ആ 37,000-ൽ 3200 പോവുക. ബാലൻസ് നമ്മളുടെ ലാഭം വന്നിട്ട് 33,800 രൂപ നമുക്ക് അപ്പോഴും ലാഭമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആക്ടിവേഷൻ ചെയ്തത് ജസ്റ്റ് ഒരു 300 രൂപയാണ്. ഇപ്പോൾ കണ്ടില്ല, നാലാമത്തെ ലെവലിൽ നിറയെ പേര് ഇപ്പം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എമൗണ്ട് 33,800 രൂപ. നെക്സ്റ്റ് അഞ്ചാമത്തെ ലെവലാണ്. ഈ അഞ്ചാമത്തെ ലെവലിൽ നമുക്ക് റിസീവ് ചെയ്യുന്നത് 32 പേരടുത്താണ്. കഴിഞ്ഞ ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത് 15,000 രൂപയല്ലേ. അപ്പോൾ 32 പേരടുത്ത് 15,000 രൂപ തുക നമ്മൾ റിസീവ് ചെയ്യും. അതിൽ ആദ്യത്തെ ലിങ്ക് ഫസ്റ്റ് ഒരാൾ 15,000 രൂപ അടച്ചതും നമുക്ക് അമൗണ്ട് വരുവാണെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ബൂസ്റ്റപ്പ് ID ഓപ്പൺ ചെയ്യണം. ഈ നാലാമത്തെ ലെവലും അഞ്ചാമത്തെ ലെവലും 6, 7, 8 ആദ്യത്തെ ലിങ്ക് ജനറേറ്റ് അമൗണ്ട് റിസീവ് ചെയ്ത ഉടനെ നമ്മൾ ബൂസ്റ്റപ്പ് IDയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാലും അടുത്തടുത്ത സിസ്റ്റം സ്പീഡാവുള്ളൂ. അപ്പോൾ ആ ബൂസ്റ്റപ്പ് ID കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് അടുത്ത ലിങ്ക് ജനറേറ്റ് ആയി അമൗണ്ട് റിസീവ് ചെയ്യുക. അതിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 32 പേര്. അപ്പോൾ ആദ്യത്തെ 15,000 റിസീവ് ചെയ്തതും നമ്മൾ 32 പേർക്ക് ബൂസ്റ്റപ്പ് ID ഇടണം. അത് 6,400 രൂപയാണ് ടോട്ടലായിട്ട് അതിന് വരിക. അപ്പോൾ ഈ 32 പേർക്കും ഓരോരുത്തർക്കും 200 രൂപ വെച്ച് മൊത്തം 6,400 രൂപ അടച്ച ഉടനെ നമ്മൾക്ക് രണ്ടാമത്തെ ലിങ്ക് ജനറേറ്റ് ആയി 15,000 റിസീവ് ചെയ്യേണ്ട ലിങ്ക് വരും. അങ്ങനെ ടോട്ടലായിട്ട് ആ ലെവലിൽ നമ്മൾക്ക് റിസീവ് ചെയ്യുന്നത് 4,80,000 റിസീവ് ചെയ്യുക. ഇതിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് 60,000. നമ്മൾ കാമരാജ് ഫൗണ്ടേഷന് ഒരു ലിങ്ക് ജനറേറ്റ് ആയി 15,000 പോകും. പിന്നെ 2 ലിങ്ക് നമ്മളുടെ സ്പോൺസറിന് 30,000 പോകും. അത് കഴിഞ്ഞ് ബാലൻസ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 3,68,600 രൂപ അഞ്ചാമത്തെ ലെവലിന് നമുക്ക് റിസീവ് ചെയ്യും. ഇങ്ങനെ ഓരോരോ ലെവലും മൊത്തം 6, 7, 8 ഇങ്ങനെ 8 ലെവലാണുള്ളത്. ഈ 8 ലെവലും 2x8 മാട്രിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ബേസിക് പ്ലാൻ മാത്രമായിട്ട് 12 കോടിയാണ് നമുക്ക് വരുമാനം ലഭിക്കുക. സോ അവസാനത്തെ 8ാമത്തെ ലെവലിൽ നമുക്ക് ടോട്ടലായിട്ട് 256 പേര് നമുക്ക് അമൗണ്ട് റിസീവ് ചെയ്യുന്നതും നമുക്ക് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ പ്രോഫിറ്റായിട്ട് തന്നെ നമുക്ക് 10 കോടി പ്രോഫിറ്റായിട്ട് തന്നെ വയ്ക്കാം.
ബട്ട് നമ്മൾ അവിടെ അതോടെ നമ്മളുടെ പ്ലാൻ വന്നിട്ട് സ്റ്റോപ്പ് ആവില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മൾ 5 ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്ലോണിങ് ഐ ഡി ഒക്കെ വീണ്ടും തുടരും. അതുകൊണ്ട് നമ്മളുടെ ഐ ഡി വന്നിട്ട് കണ്ടിന്യൂ ആവും. അതുകൊണ്ടാണ് ലൈഫ് ലോങ് നമ്മൾക്ക് മെമ്പർഷിപ്പായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സോ ലൈഫ് ലോങ് നമ്മൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മളുടെ ക്ലോണിങ് ഐ ഡിയും കണ്ടിന്യൂ ആവുന്നതുകൊണ്ട് വീണ്ടും നമ്മളുടെ ഐ ഡി അവിടെ ആക്റ്റീവിൽ തന്നെ ഉണ്ടാകും. സോ ഈ ബേസിക് പ്ലാനിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് പ്ലാൻ. സ്റ്റാൻഡേർഡ് പ്ലാൻ വന്നിട്ട് നമുക്ക് 2 പേരടുത്ത് 300 രൂപ തുക റിസീവ് ചെയ്യും. അടുത്ത ലെവലിലേക്ക് 600 രൂപ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം. സോ ഇതും അതേ ബേസിക് പ്ലാൻ പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് എലൈറ്റ് പ്ലാനും. എൻ്റെ അതേ സെയിം തന്നെയാണ് ഫാൻറ്റസി പ്ലാൻ. ഫാൻറ്റസി പ്ലാൻ വന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒക്ടോബർ 2024 തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന് എന്താ നിർബന്ധം വെച്ചാൽ ഡയറക്റ്റായിട്ട് ആരും ഫാൻറ്റസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ബേസിക് സ്റ്റാൻഡേർഡ് എലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഫാൻറ്റസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുക. ആൻഡ് ഇപ്പോൾ നിറയെ പേര് 5ാമത്തെ ലെവലിലേക്ക് വന്ന് റീച്ച് ചെയ്തിരിക്കുകയല്ലേ. 1.5 ലക്ഷമാണ് ഈ ഫാൻറ്റസി പ്ലാൻ. അത്രയ്ക്കും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റും വളരെ വലിയ തുകയാണ് ലഭിക്കുക. എന്നുവെച്ചാൽ ബിക്കോസ് ആദ്യത്തെ ലെവലിൽ നമ്മൾ അയക്കുന്നത് 999 രൂപയാണ്. 2 പേരിൽ നിന്ന് അത് റിസീവ് ചെയ്തതും വീണ്ടും അടുത്ത ലെവലിലേക്ക് 1998 രൂപ നമ്മൾ അയക്കുന്നു. ഇവിടെ നമ്മൾക്ക് പ്രോഫിറ്റ് ചെയ്തൊന്നും തന്നെ ഇല്ല. വീണ്ടും നമ്മൾ ലെവൽ 2ൽ 4 പേരിൽ നിന്ന് ഈ തുക വന്നതും 3ാമത്തെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് 5000 അപ്ഗ്രേഡ് ചെയ്ത് ഫസ്റ്റ് ക്ലോണിങ് ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്യുന്ന കാശാണ് ഫസ്റ്റ് ഫാൻറ്റസി പ്ലാനിൽ 2ാമത്തെ ലെവലിൽ നമ്മൾക്ക് ലഭിക്കുന്നത് 1993. അപ്പോൾ ആദ്യത്തെ ഈ 4 പ്ലാനും ഇട്ട കാശ് മൊത്തമായിട്ട് നമുക്ക് ഫാൻറ്റസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത ഉടനെ നമുക്ക് കിട്ടുവാണ്. അത്രയ്ക്കും വലിയ പ്രോഫിറ്റാണ്. അപ്പോൾ 3ാമത്തെ ലെവലിൽ നോക്കിയാൽ നെക്സ്റ്റ് 5000 8 പേരിൽ നിന്ന് റിസീവ് ചെയ്യണമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ആദ്യത്തെ 5 പേരിൽ നിന്ന് 5000 രൂപ റിസീവ് ചെയ്തതും അടുത്ത ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അതായത് 20,000 അപ്ഗ്രേഡ് ചെയ്യണം. 20,000 അപ്ഗ്രേഡ് ചെയ്തതും ബാലൻസ് 4 ക്ലോണിങ് ഐ ഡി ഉണ്ടല്ലോ. ആ 4 ക്ലോണിങ് ഐ ഡി 3996 രൂപ അതിനാകും തുക. അപ്പോൾ ഈ 4 ക്ലോണിങ് ഐ ഡി ഓരോരോ ദിവസം ഓരോരോ ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്താൽ നെക്സ്റ്റ് നമ്മളുടെ സ്പോൺസറിന് ഒരു 5000 രൂപ അവർ റിസീവ് ചെയ്യും. നെക്സ്റ്റ് ബാലൻസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ 7-8 ലിങ്കിലിരുന്ന് വരുമാനം ലഭിക്കും. അതിൻ്റെ നമുക്ക് ഇവിടെ വന്നിട്ട് ബൂസ്റ്റർ ഐ ഡിയും ഉണ്ട് കേട്ടോ. ബൂസ്റ്റർ ഐ ഡി 4 പേർക്ക് നമ്മൾ അയക്കാനുണ്ട്. ഈ 4 പേർക്കും ബൂസ്റ്റർ ഐ ഡിയും നമ്മൾ അയക്കണം. അത് പോയാൽ നമുക്കുള്ള ലാഭം നോക്കിയാൽ വന്നിട്ട് 7008 രൂപ 3ാമത്തെ ലെവലിൽ റിസീവ് ചെയ്യും. സോ അത്രയ്ക്ക് വലിയ വരുമാനമുള്ള ഫാൻറ്റസി പ്ലാനിൽ അത്രയ്ക്ക് വലിയൊരു എമൗണ്ട് റിസീവ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് ഫാൻറ്റസി പ്ലാൻ ഉദ്ദേശിച്ചിട്ട് 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്തിരുന്ന എല്ലാവരും ഫാൻറ്റസി പ്ലാനിൽ സീനിയാറ്റിൽ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയ്ക്കും വലിയൊരു തുകയാണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വന്നിട്ട് 20,000 അപ്ഗ്രേഡ് ചെയ്തല്ലോ. അപ്പോൾ 4ാമത്തെ ലെവലിൽ നമുക്ക് 7 പേരെടുത്തുനിന്ന് അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ 20,000 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ ലെവൽ 3ൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ 20,000 റിസീവ് ചെയ്തതും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബൂസ്റ്റപ്പ് ഐ ഡി 16 പേർക്ക് അയക്കണം. ഈ 16 പേർക്ക് ബൂസ്റ്റപ്പ് ഐ ഡി അയക്കുന്നത് വന്നിട്ട് 15 രൂപ ആകും. സോ ഈ 16 പേർക്ക് അയച്ചാൽ മാത്രമാണ് 2ാമത്തെ 20,000 ലിങ്ക് ജനറേറ്റ് ആവുക. അങ്ങനെ ഓരോരോ ലിങ്കും ജനറേറ്റ് ആയിട്ട് നമുക്ക് വരും. ഇതിൽ ഒരു എമൗണ്ട് വന്നിട്ട് കാമരാജ് ഫൗണ്ടേഷൻ ഡൊണേഷനായിട്ട് പോകും. ബാലൻസ് 2 ലിങ്കിൽ നിന്നുള്ള എമൗണ്ട് നമ്മളുടെ സ്പോൺസറിന് പോകും. ആൻഡ് ഇപ്പോൾ നമ്മൾ ബൂസ്റ്റർ ഐഡിയും അപ്ഗ്രേഡും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് മൊത്തം 1,20,000 എല്ലാം നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ടാണ് ലെവൽ 3ൽ വരുമ്പോൾ KYC വെരിഫിക്കേഷൻ കഴിഞ്ഞ് കറക്റ്റായിട്ട് പാൻ കാർഡ് ആധാർ കാർഡൊക്കെ കൊടുത്ത് KYC വെരിഫിക്കേഷൻ ചെയ്യണം. പിന്നെ ബിക്കോസ് വീണ്ടും അടുത്തടുത്ത ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫറാണ് ചെയ്യുക. ആൻഡ് ഇതിൽ നമ്മൾ ഫാൻറ്റസി പ്ലാനിൽ മാത്രം നോക്കിയേ 1,19,016 രൂപയാണ് നമുക്ക് 4ാമത്തെ ലെവലിൽ വരുമാനമായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് സോ 5ാമത്തെ ലെവലിൽ ടോട്ടലായിട്ട് റിസീവ് ചെയ്യുന്നത് 32 പേരെടുത്താണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും 5ാമത്തെ ലെവലിൽ ഫാൻറ്റസി പ്ലാനിൽ ടോട്ടലായിട്ട് നമുക്ക് വരുന്ന പ്രോഫിറ്റ് നെറ്റ് ഹെൽപ്പിംഗ് എമൗണ്ട് ഇൻകം വന്നിട്ട് 32 ലക്ഷമാണ് റിസീവ് ചെയ്യുക. സോ അത്രയ്ക്കും വളരെ ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നത് ഫാൻറ്റസി പ്ലാനാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും വന്നിട്ട് ഫാൻറ്റസി പ്ലാൻ വരെ 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് മെയിൻ ഐ ഡി മൊത്തം 4 പ്ലാൻ ഉണ്ടല്ലോ. ആ 4 പ്ലാൻ ഓരോ പ്ലാനിൽ 5 ക്ലോണിങ് ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്യണം. അങ്ങനെ മൊത്തം 4 പ്ലാനിലും ചേർന്ന് 24 ആക്റ്റീവ് ഐ ഡിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യത്തെ 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ബാലൻസ് 20 ഐ ഡിയും വന്നിട്ട് നമ്മൾക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ നിന്നും തുകയെടുത്ത് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മൾക്ക് വരുന്ന വരുമാനത്തിൽ മാത്രമാണ് നമ്മൾ ആ ബാലൻസ് ക്ലോണിങ് ഐ ഡിയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ കമ്പനി വന്നിട്ട് ഒരു MLM കോൺസെപ്റ്റ് തന്നെയല്ല. ഇത് നമ്മളെ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജെയിൻറ്റ് വീല് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ വന്നിട്ട് എത്ര ടോപ്പിലുള്ളവരും വീണ്ടും താഴോട്ടൊക്കെ ക്ലോണിങ് ഐ ഡി ഓപ്പൺ ചെയ്യാൻ വരും. അതേപോലെ തന്നെ നമ്മൾ ബൂസ്റ്റർ ഐ ഡിയും വീണ്ടും താഴെയുള്ളവർക്കാണ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമൗണ്ട് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് വന്നിട്ട് ഒരു സർക്കിൾ ഫോമാറ്റിൽ നമ്മളിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ക്രോർപതി ക്ലബ്ബ് വർക്ക് ചെയ്യുന്ന മെയിൻ കോൺസെപ്റ്റ് തന്നെ വന്നിട്ട് ജെയിൻറ്റ് വീൽ പോലെയാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഫാമിലി ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാമിലിയിൽ എത്ര പേര് ഒന്നുമില്ല, നമ്മളുടെ അമ്മ അച്ഛൻ അല്ല നമ്മളെ സ്പൗസിലെ പിള്ളേർക്ക് ഇങ്ങനെ ഐ ഡി ഇടുവാണെങ്കിൽ ജസ്റ്റ് 4 പേർക്ക് തന്നെ ഇടുവാണെങ്കിൽ 2 ലെവൽ അവർ ഓരോരോ പ്ലാനിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8,80,000 ആണ്. സോ അതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാമിലീനെ ഫോക്കസ് ചെയ്ത് ഇടുവാണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു വരുമാനം നമ്മൾക്ക് ലഭിക്കും. ആൻഡ് നമുക്ക് സ്പോൺസർ ഇൻകം പറയുകയാണെങ്കിൽ സ്പോട്ടായിട്ട് ഓരോരോ പ്ലാനിൽ 100 റുപ്പീസായിട്ട് സ്പോൺസർ ഇൻകം വരും. ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ട് 4 പ്ലാനും ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ 400 രൂപ സ്പോൺസർ ഇൻകം. അതിന് ഒരു 10 പേർക്ക് ഒരു ദിവസം 10 പേർക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് 4,000 രൂപ സ്പോൺസർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ലഭിക്കാൻ കഴിയും. സോ ഇവരൊക്കെ 3ാമത്തെ ലെവലിൽ റിസീവ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 3ാമത്തെ ലെവലിൽ തൊട്ട് നമുക്ക് സ്പോൺസർ ഇൻകം ആയിട്ട് ഓരോരോ പ്ലാനിലും ആദ്യത്തെ ബേസിക് പ്ലാനിൽ 1000 രൂപ, സ്റ്റാൻഡേർഡ് പ്ലാനിൽ 1500, എലൈറ്റ് പ്ലാനിൽ 2500, ഫാൻറ്റസി പ്ലാനിൽ 5000 രൂപ സ്പോൺസർ ഇൻകം ലഭിക്കും. അങ്ങനെ മൊത്തം 5 ലെവലും നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ മെയിൻ ഐ ഡിയിൽ എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നോ അത്ര ബെനിഫിറ്റ് നമ്മളുടെ ക്ലോണിങ് ഐ ഡിക്കും കിട്ടും. അപ്പോൾ മെയിൻ ഐ ഡിയിൽ സ്പോൺസർ ഇൻകമും ലെവൽ ഇൻകമും ഒക്കെ റിസീവ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ക്ലോണിങ് ഐ ഡിയിലും നമ്മളുടെ ഡൗൺലൈൻസിൻ്റെ ആ സ്പോൺസർ നമ്മളുടെ ഡൗൺലൈൻ അടുത്തടുത്ത ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യില്ലേ ക്ലോണിങ് ഐ ഡിയിൽ, അതിൽ നിന്നും നമുക്ക് വന്നിട്ട് സ്പോൺസർ ഇൻകം ലഭിക്കും. അങ്ങനെ ജസ്റ്റ് ഒരു 5 ലെവൽ 4 പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പോൺസർ ഇൻകം ആയിട്ട് ലഭിക്കുന്നത് 33,18,400 രൂപയാണ് കിട്ടുന്നത്. സോ നമുക്ക് ലെവൽ ഇൻകമിനെക്കാട്ടി കൂടുതൽ ലഭിക്കുന്നത് സ്പോൺസർ ഇൻകമാണ്. അതുകൊണ്ടാണ് റെഫർ ചെയ്താൽ അത്രയ്ക്കും വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാമെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ആൻഡ് നമ്മളുടെ ക്രോർപതി ക്ലബ്ബ് സക്സസ് ആയിട്ട് പോകണമെങ്കിൽ അതിന് നമ്മളുടെ MD സാർ ഗണേശമൂർത്തി സാർ നമുക്കൊരു പ്രത്യേകം ഫോമുല പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡയറക്റ്റിൽ ഒരു 10 പേരെ നിങ്ങൾ 30 ദിവസത്തിനകം നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ അതേപോലെ ഒരു 10 പേരെ ടീമായിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്മൂത്തായിട്ട് ക്രോർപതി ക്ലബ്ബിൽ ഐഡീസും വരും. അതേപോലെ ഓരോരുത്തരും അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല അവർക്ക് കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റം സ്മൂത്തായിട്ട് റൺ ചെയ്യും. അതേപോലെ അടുത്തടുത്ത ലെവലിൽ എല്ലാവരും അച്ചീവ് ചെയ്യാൻ പറ്റും. നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന മൂലം നമുക്ക് ലഭിക്കാൻ കഴിയും. ആൻഡ് കസ്റ്റമർ കെയറിൽ സപ്പോർട്ട് ഫുള്ളായിട്ട് ലഭിക്കും. എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രൊഫൈലിൽ അപ്ഡേഷൻ ഉണ്ട്, നമ്പർ ചേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പൈസ അയച്ചു കൊടുത്തത് അവർ ആക്സെപ്റ്റൻസ് തന്നില്ല, ഇല്ല ഐ ഡിയിൽ എന്തെങ്കിലും പാസ്വേഡ് മറന്നുപോയി, അങ്ങനെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ടെക്നിക്കൽ കംപ്ലയിൻ്റ് ആണെങ്കിലും അത് വന്നിട്ട് ഫുള്ളായിട്ട് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്, അവർ ക്ലിയർ ചെയ്ത് തരും. Monday to Saturday വരെയാണ് നമുക്ക് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. കാലത്ത് 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നമ്മൾക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടും. ആൻഡ് നമ്മളെ ടീം ഫർദർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോരോ ഇടത്തിലെ ഏരിയ കോർഡിനേറ്റേഴ്സ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് ഒക്കെ തമിഴ്നാട്ടിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ കോർഡിനേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ചെയ്യാനോ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഈ ഓരോരോ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സും ഏരിയ കോർഡിനേറ്റേഴ്സും ഹെൽപ്പ് തീർച്ചയായിട്ടും ചെയ്യും. ആൻഡ് ഈ പ്ലാൻ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും
വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും വേണ്ടി ഡെയിലി 8 o'clock കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വൈകിട്ട് 8 മണിക്ക് ഡെയിലി ക്രോർപതി ക്ലബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്ലാൻ പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് വന്നിട്ട് തമിഴിലാണ് ആ മീറ്റിംഗ്. അതേപോലെ മറ്റ് ലാംഗ്വേജിൽ, അതായത് കന്നഡം, തെലുങ്ക്, മലയാളം, ഹിന്ദി, ഇതൊക്കെ വന്നിട്ട് ഓരോ ദിവസമായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ആ ഒരു ലിങ്ക്, മീറ്റിംഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ 9 o'clock വന്നിട്ട് ഇനിയൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലും ജോയിൻ ചെയ്താൽ അതിലും നിങ്ങൾക്ക് വന്നിട്ട് ഡിസ്കഷൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ലിങ്കിൻ്റെ ലിങ്കൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലിടാം. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളത് നോക്കാം. ആൻഡ് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യല്ലോ, ഒരിക്കലും മിസ് ചെയ്യല്ലേ. എങ്ങനെയാണ് നമ്മൾ ഷെയർസ്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇട്ട് അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിച്ച് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, അതേപോലെ തന്നെയാണ് ഈ ക്രൗഡ് ഫണ്ടിങ് ആയ നമ്മുടെ ക്രോർപതി ക്ലബ്ബാണ് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ക്രോർപതി ക്ലബ് ഹെൽപ്പിംഗ് കോൺസെപ്റ്റ്. സോ അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യൂ. കിട്ടിയ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണ് ഷെയർ ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ വന്നിട്ട് ID ഇട്ടുതരാമെന്ന് പറഞ്ഞിരിക്കുക. അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ID രജിസ്റ്റർ ചെയ്തോളീൻ. ആൻഡ് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.